Yes, welcome back to Arcanex. So thermodynamics ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് വളരെ ഇമ്പോർട്ടൻസിന്റെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, what is the difference in internal energy of a system if 100 kilojoule of energy is radiated out without doing any work? എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇന്റേണൽ എനർജി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കാൻ ഡെൽറ്റ യു ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. ഇന്റേണൽ എനർജി യു ആണ്, അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. സോ ഡെൽറ്റ യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എനർജി ഹീറ്റ് തന്നിട്ടുണ്ട് 100 കിലോ ജൂൾ ആണ്. വർക്ക് എന്ന് പറയുന്നത് വിത്തൗട്ട് വർക്ക് ഡൺ ആണ്, അതായത് വർക്ക് ഡൺ 0 ആണ്. അപ്പൊ ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ യു Q plus W. Q plus W. അപ്പൊ നമുക്ക് Q വേണം, W വേണം. Q എന്ന് പറയുന്നത് ഇവിടെ 100 കിലോ ജൂൾ ഓഫ് എനർജി ഈസ് റേഡിയേറ്റഡ് ഔട്ട് എന്നാ, പുറത്തേക്ക് പോവാ. എനർജി ഔട്ട് പുറത്തേക്ക് പോവാ. ഉള്ള എനർജി പുറത്തേക്ക് വിട്ടാൽ അതിന് നെഗറ്റീവ് ചാർജ് ആണ് ഓർമ്മിക്കുക. മക്കളെ നിങ്ങൾ സിസ്റ്റം ആണെന്ന് കരുതാ, സിസ്റ്റത്തിന് ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ അത് നെഗറ്റീവ് ആണ്. സോ 100 കിലോ ജൂൾ -100 കിലോ ജൂൾ. ഇനി ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടുകയാണ് അല്ലെ, അപ്പൊ നിങ്ങൾ കിട്ടുന്ന പോസിറ്റീവ് ആണ്, നെഗറ്റീവ്. ഇനി വർക്ക് ഡൺ അതും നെഗറ്റീവും പോസിറ്റീവും. ഇവിടെ വർക്ക് ഡൺ 0 ആണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്. ബൈ ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ്. അത് തെറ്റിയാൽ നിങ്ങൾക്ക് ഫുൾ ആൻസർ തെറ്റും. സോ Q എന്ന് പറയുന്നത് -100. അപ്പൊ ഡെൽറ്റ യു ഈക്വൽ ടു -100 പ്ലസ് 0 ആണ്. അതായത് വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക്, ഒരു വർക്കും ചെയ്യുന്നില്ല, വർക്ക് 0. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് -100. അടുത്ത ചോദ്യം, calculate the work done for reversible isothermal expansion of 1 mole of an ideal gas at 27 degrees Celsius from volume of 10 decimeter cube to 20 decimeter cube. Yes. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഒന്നുകിൽ റിവേഴ്സിബിൾ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ തരാം. ഇത് രണ്ടും നിങ്ങൾ എക്സ്പെക്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് റിവേഴ്സിബിളോ ഇറിവേഴ്സിബിളോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും പറയും റിവേഴ്സിബിൾ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ. റിവേഴ്സിബിളിന്റെ എന്താണ് ഇക്വേഷൻ? എന്താണ്? -2.303 nRT log V2/V1 ഉപയോഗിച്ചാൽ മതി. nRT log V2/V1. ഇതിരി ഇങ്ങോട്ടേക്ക് log V2/V1. W വർക്ക് ഡൺ റിവേഴ്സിബിൾ ആണ്. -2.303 nRT log V2/V1. എന്നിട്ട് അവിടെ എത്തിയഞ്ച്. ഇനി ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഇവിടെ റിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ തന്നാൽ -P external -P delta V. വർക്ക് പാവാട ഭയങ്കര കോഡാണ്, ഭയങ്കര കോഡ്. ഓക്കേ, എഴുതിക്കോ. ഇനി റിവേഴ്സിബിൾ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടോ നോക്കാം. 2.303 എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്ര മോളിന്റെ കാര്യ? 1 മോൾ ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 1 ആണ്. ഈ 1 മോൾ ആണ് തന്നിരിക്കുന്നത്. എന്നിന്റെ വാല്യൂ അതാണ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ആണ്, ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനെ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. കാരണം ആറിന്റെ വാല്യൂ കെൽവിനാണുള്ളത്. ആറിന്റെ വാല്യൂ 8.314 ആണ്. അത് കെൽവിനിലാണ് ഉള്ളത്. അതുകൊണ്ട് ചെയ്യണം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസും കെൽവിനിലേക്ക് മാറ്റിക്കോ. 273 അങ്ങോട്ട് ആഡ് ചെയ്തോ. ഇനി വോളിയം തന്നിട്ടുണ്ട്. 2 വോളിയം ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്. 10 എന്ന് പറയുന്നത് ആദ്യത്തെ വോളിയം ആണ്, സോ V1 എന്ന് കൊടുക്കുക. 20 രണ്ടാമത്തെ വോളിയം ആണ്, സോ V2 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. -2.303 എന്നിന്റെ വാല്യൂ 1 ആണ്. ആറിന്റെ വാല്യൂ എത്രയാണ്? 8.314 ആണ്. T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ് 27. അതിന്റെ കൂടെ 273 കൂടെ കൂടുമ്പോൾ 300 കെൽവിൻ. ലോഗ് V2/V1. V2 എന്ന് പറയുന്നത് 20 ആണ്. V1 എന്ന് പറയുന്നത് 10 ആണ്. രണ്ടും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്താൽ ലോഗ് 2 എന്ന് കിട്ടും. ലോഗ് 2.3010 ആണ്. 0.301 ആണ്. നിങ്ങൾ ഒന്നുകിൽ ലോഗ് 2 അടിച്ചു കൊടുത്താൽ മതി, ഫൈനൽ ആൻസർ കിട്ടും. ലോഗ് 2 ന്റെ വാല്യൂ 0.301. അടുത്ത ചോദ്യം, 3 mole of an ideal gas at 1.5 atm pressure and 25 degrees Celsius. ഇവിടെ പ്രശ്നം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഒരുപാട് ഡാറ്റ വേണ്ടാത്ത expand isothermally in a reversible manner to twice its original volume against external pressure of 1 atm. Calculate work done. വർക്ക് ഡൺ തന്നെയാണ്, അതും റിവേഴ്സിബിളിലാണ്. കുറച്ച് മുൻപ് തന്നതും റിവേഴ്സിബിൾ ആണ്, ഇപ്പോഴും നേരത്തെ തന്നതും ഇത് പ്രോബ്ലം ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ഇതിൽ എന്താ പ്രശ്നം? ഇതിൽ എക്സ്ട്രാ കുറച്ച് ഡാറ്റ കൊടുത്ത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നു, അത് മാത്രമല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് 3 മോൾ ആണ്. 3 എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ ആണ്. അപ്പൊ n = 3. n 3 കിട്ടി. 1.5 atm പ്രഷറിന്റെ ഡാറ്റ ഇവിടെ ആവശ്യമില്ല. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യുക.
അപ്പൊ ടി എന്ന് പറയുന്നത് 290 Kelvin. 290 കെൽവിൻ കിട്ടും. 98 298 കെൽവിൻ കിട്ടും. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വോളിയം നമുക്ക് അറിയത്തില്ല, പക്ഷെ ആദ്യത്തെ വോളിയത്തിന്റെ ട്വൈസ് എന്ന് പറയുന്നുണ്ട്, അതായത് ഇരട്ടി. ഇരട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ് ആണെങ്കിൽ ഇപ്പോഴത്തെ 2x ആയിരിക്കും. അപ്പൊ ആദ്യത്തെ വോളിയം നമുക്ക് അറിയത്തില്ല, അപ്പൊ V1നെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. രണ്ടാമത്തെ വോളിയം നമുക്ക് അറിയത്തില്ല, പക്ഷെ ആദ്യത്തേതിന്റെ ഇരട്ടിയാണെന്ന് അറിയാം. എക്സിന്റെ ഇരട്ടി 2x ആണ്. 2x ആണ്. ഇത്തിരി ഇത് കുറച്ചാലോ? ഓക്കെ ഓക്കെ, ഇനി എന്തൊക്കെ ഡേറ്റ ആണ് തന്നിരിക്കുന്നത്? ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 8.314. അത് എപ്പോഴും ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴും ഓൾമോസ്റ്റ് ഗിവൺ ആയിരിക്കും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ W is equal to minus 2.303 nRT log V2 by V1. യെസ്, ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും മക്കളെ. മൈനസ് 2.303. അങ്ങനെ തന്നെ എന്നിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ആറിന്റെ വാല്യൂ 8.314 ആണ്. ST 298 ആണ്. ലോഗ് V2 by V1 എന്ന് പറഞ്ഞാൽ ലോഗ് 2x by x ആണ്. എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ ലോഗ് 2 ആണ്. ലോഗ് 2.3010 0.301 ആണ്. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ചോദ്യം. Enthalpy and entropy change for a reaction is 490 kilojoule per mole and 198 joule Kelvin per mole. Calculate the value of Gibbs free energy change delta G കാണണം for the reaction at 300 Kelvin. എന്തൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കുകയോ ചെയ്യേണ്ട ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എൻതാൽപി ചേഞ്ച്. എൻതാൽപിയുടെ ലെറ്റർ എൻതാൽപി ഡെൽറ്റ എച്ച്. എൻതാൽപി എച്ച് ആണ്, അതിന്റെ ചേഞ്ച് ഡെൽറ്റ എച്ച് ആണ്. അപ്പൊ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 490 kilojoules per mole. Yes. Kilojoules per mole ആണ്. അപ്പൊ എന്ത് ചെയ്യണം? kilojoules per mole ജൂളിലേക്ക് മാറ്റണം. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിലോജൂൾ ജൂളിലേക്ക് മാറ്റണം. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആൻസർ തെറ്റും. കിലോജൂളിലാണ് തന്നിരിക്കുന്നത്, ജൂളിൽ കൺവേർട്ട് ചെയ്യുക. അപ്പൊ 490 ഇൻറ്റു അതിന്റെ 10⁻³ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് എൻട്രോപ്പിന്റെ യൂണിറ്റ് ജൂളാണ്, എന്താൽപിയുടെ യൂണിറ്റ് കിലോ ജൂളാണ്. ഒന്ന് കിലോ ജൂൾ ഒന്ന് ജൂളിൽ വെച്ച് പരിപാടി നടക്കൂല. 2 ജൂളിലേക്ക് മാറ്റുക. അപ്പൊ ഇതിന് ജൂളിലേക്ക് മാറ്റുമ്പോ 10⁻³ റെഡി അല്ലേ? അടുത്ത് തന്നിരിക്കുന്നത് എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പിയുടെ എസ് ആണ്, ചേഞ്ച് കാണിക്കാൻ ഡെൽറ്റ എസ് ആണ്. അപ്പൊ ഡെൽറ്റ എസിന്റെ വാല്യൂ ആണ് രണ്ടാമത് തന്നിരിക്കുന്നത്. ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു 198 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ജൂൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഇത് ജൂളിലേക്ക് മാറ്റി? എല്ലാവരും തെറ്റിക്കുന്നത് 100% നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് ഇത് ജൂളിലേക്ക് മാറ്റുന്നത്. മറന്നു പോകുന്നത്. അടുത്തത് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയെന്ന് തന്നിട്ടുണ്ട്? 300 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. സോ T is equal to 300 കെൽവിൻ. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ് മക്കളെ? ഡെൽറ്റ G ആണ്, ചേഞ്ച് ഇൻ എൻതാൽപി ആണ് അല്ലേ? ഡെൽറ്റ G is equal to delta H minus T delta S എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഡെൽറ്റ H minus T delta S ആണ്. ഓരോന്നും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്ന് മക്കളെ ഈ ഇക്വേഷൻ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകണ്ട. ഈ ഇക്വേഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യൂല, ഉറപ്പാണ്. 10 raised to അല്ല ഇത് 490 10⁻³ റെഡി ചെയ്തു. മൈനസ് ടെമ്പറേച്ചർ 300 ആണ് ഇൻറ്റു ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 198 ആണ്. ഇത് കിട്ടും. അപ്പൊ ഇതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് കിട്ടുന്നത്, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, റിയാക്ഷൻ എന്താ നോൺ സ്പോണ്ടേനിയസ് ആണ്. അതേപോലെ ഒരു റിയാക്ഷൻ ഫീസിബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഡെൽറ്റ ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഫീസിബിൾ ആണ്. റെഡി അല്ലേ? ഫീസിബിൾ സ്പോണ്ടേനിയസ് ആണോ എന്നുള്ളത് അടുത്ത ചോദ്യം. Enthalpy and entropy change of a reaction is 40.63 kilojoule and 108.8 joule per Kelvin. Prove the feasibility of reaction at 27. Same reaction അല്ലേ? സെയിം പ്രോബ്ലം തന്നെ ചെയ്യല്ലേ? അപ്പൊ സെയിം ആണ്. എൻതാൽപി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപി എച്ച് ആണ്, ചേഞ്ച് കാണിക്കാൻ ഡെൽറ്റ കൊടുക്കുക. അപ്പൊ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതാണ് 40.63 കിലോജൂൾസ് പെർ മോൾ ആണ്. മോളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ 40.63 ഇൻറ്റു 10⁻³ ജൂൾസ് പെർ മോൾ ആണ്. ഓക്കെ അല്ലേ? അടുത്തത് പറയുന്നത് അതിന്റെ എൻട്രോപ്പി എസ് ആണ്, ചേഞ്ച് കാണിക്കാൻ ഡെൽറ്റ എസ്. ഡെൽറ്റ എസിന്റെ വാല്യൂ എത്രയാണ്? 108.8 ജൂൾസ് പെർ കെൽവിൻസ് പെർ മോൾ ആണ്. മക്കളെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ? യെസ് തന്നിട്ടുണ്ട് അല്ലേ? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യുക, 300 അല്ലേ? 300 കെൽവിൻ കിട്ടും. ഓക്കെ അല്ലേ? ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫീസിബിലിറ്റിയാ. ഫീസിബിലിറ്റി കാണാൻ ഡെൽറ്റ ജി കണ്ടുപിടിക്കുക. ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. സെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40.63 into 10⁻³ minus 300 into എത്രയാണ്? 8.8. ഓക്കെ അല്ലേ?
യെസ് Ready എന്ത് അല്ലേ? കിട്ടും Yes, ഡെൽറ്റ yes. ജി. അത് നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. നെഗറ്റീവ് negative ആണെങ്കിൽ reaction feasible. ഫീസിബിൾ ആയിരിക്കും. Yes. അടുത്ത ചോദ്യം. The equilibrium constant for reaction is pi. What will be the delta G0 value if R is equal to 8.314 and T is equal to 300? Equilibrium constant കാണാൻ equation delta G is equal to യെസ് കെ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? delta G is equal to minus 2.303 nRT log A. RT log A മതി എന്ന് പറഞ്ഞാണ്. ഓക്കെ, RT log A ready. യെസ് അപ്പൊ കെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ദ ഇക്വിലിബ്രിയം സോറി കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ 5 ആണ്. ഡെൽറ്റ ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ G0 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ടോ നോക്കാം. R 8.314 ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ ആണ്. T 300 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. യെസ് 300 കെൽവിൻ തന്നിട്ടുണ്ട്. R കിട്ടി, T കിട്ടി. ലോഗ് കെ, കെയുടെ വാല്യൂ 5 ആണ്. അപ്പൊ ലോഗ് 5 കണ്ടുപിടിക്കാം. ഇനി ഡെൽറ്റ G0 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. മൈനസ് 2.303 ഇൻറ്റു 8.314 ഇൻറ്റു T 300 ഇൻറ്റു ലോഗ് 5 അല്ലെ? ലോഗ് 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒന്ന് equilibrium constant calculate equation equilibrium constant delta G0 നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. delta G0 minus 2.13 RT log A. റെഡി അല്ലേ? ചിലപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തരില്ല. അത് ചെയ്യാം. അടുത്ത ചോദ്യം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്നിട്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ പറഞ്ഞു. ഇത് കണ്ടിട്ട് ഒരിക്കലും പേടിക്കരുത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് അല്ലേ? ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റും. ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം. മക്കളെ ഇത് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 ആൾക്കാരുടെയും. അത് വെച്ചിട്ട് റിയാക്ഷൻ എൻതാൽപ്പി ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, തന്നിരിക്കുന്ന ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതുക അല്ലെ? തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്ന ഇക്വേഷൻ ആണല്ലേ? ആ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പില് ഓരോരുത്തരുടെയും തലയിൽ അവരുടെ ഫോർമേഷൻ എന്താൽപ്പി എഴുതുക. അതായത് കാൽഷ്യം കാർബണേറ്റിന്റെ തലയിൽ ഈ വാല്യൂ എഴുതി വെക്കുക. കാൽഷ്യം ഓക്സൈഡിന്റെ തലയിൽ ഈ വാല്യൂ എഴുതി വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ തലയിൽ ഈ മൂന്നാമത്തെ വാല്യൂ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ എഴുതി വെച്ചു. റെഡി അല്ലേ? ഒരെണ്ണം മാത്രം നമുക്ക് കാണിച്ചു കൊടുക്കാം. കാൽഷ്യം കാർബണേറ്റിന് കേട്ടോ മൈനസ് 1206.92 മൈനസ് 1206.92 കാൽഷ്യം കാർബണേറ്റിന്റെ തലയിൽ ഇതുപോലെ ഓരോന്നും എഴുതി. ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ആരാ? റിയാക്ടന്റുകളാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് പ്രോഡക്റ്റുകളാണ്. ആ ഒരു ചെറിയ കാര്യം കൂടെ അല്ലെ? 8ാം ക്ലാസ്സിലെ കാര്യം. ഇനി കണ്ടുപിടിക്കുന്നത് എന്താ? റിയാക്ഷൻ എൻതാൽപ്പിയ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റിയാക്ഷൻ എൻതാൽപ്പി is equal to sum of enthalpy of formation of products minus sum of enthalpy of formation of reactants. നമുക്ക് ഒരു കാര്യം ഇത് ചെയ്തിട്ട് ഇക്വേഷൻ പറയാം അല്ലെ? കുട്ടികൾക്ക് കൺഫ്യൂഷനാ. ഒന്നുമില്ല മക്കളെ, ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് നോക്കുക. പ്രൊഡക്റ്റിന്റെ തലയിലുള്ള വാല്യൂസ് ഏതൊക്കെയാ നോക്കുക. 2 വാല്യൂസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ സം കൂട്ടുക. യെസ്, എന്തൊക്കെയാ വാല്യൂസ്? മൈനസ് 35.09 അത് കാൽഷ്യം ഓക്സൈഡിന്റെ ആണ്. അതിന്റെ കൂടെ എന്ത് പ്ലസ് ചെയ്യുക? മൈനസ് 393.51 ആഡ് ചെയ്യുക. ഇത്രയുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇവരുടെ 2 പേരുടെയും കൂടെ സം എടുക്കുക. അവിടെ 3 പേരുണ്ടെങ്കിൽ 3 പേരുടെ സം എടുക്കുക. ഒരാളെ ഉള്ളെങ്കിൽ ആ വാല്യൂ മാത്രം എഴുതുക. അപ്പൊ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ എൻതാൽപ്പിയുടെ എന്ത് കിട്ടി? നമുക്ക് സമ്മ് കിട്ടി. രണ്ടും കൂടെ പ്ലസ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് മൈനസ് ചെയ്യണം എന്നറിയാമോ? യെസ്, ഈ റിയാക്ടന്റ്. ഇവിടെ ഒരാളെ ഉള്ളത് കൊണ്ട് ഒരാളുടെ കാര്യം എടുത്താൽ മതി. 2 പേരുണ്ടായിരുന്നെങ്കിൽ അത് രണ്ടും സമ്മ് ചെയ്യണമായിരുന്നു. അപ്പൊ റിയാക്ടന്റിന്റെ ഇവിടെ ഒരാളെ ഉള്ളൂ. കാൽഷ്യം കാർബണേറ്റ് ആണ്. മൈനസ് 1206.92. ഇതിൽ നിന്ന് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടും? റിയാക്ഷൻ എൻതാൽപ്പി. അപ്പൊ ഏറ്റവും സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പിയുടെ അതിനെങ്ങനെ എഴുതി? സമ്മെന്ന് കാണിക്കാനാണ് ഇത് കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് എവിടെ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ്. ആരുടേത്? ആദ്യം പ്രൊഡക്ട്സിന്റെ എഴുതുക. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സം ഓഫ് standard enthalpy of formation of reactants. ഈ സമ്മ് കൊടുത്തിരിക്കുന്നത് ഒന്നിലധികം റിയാക്ടന്റുകളുള്ള റിയാക്ഷൻ ഇല്ലേ? അപ്പോഴാണ് സം എടുക്കേണ്ടത്. ഇവിടെ ഒറ്റ റിയാക്ടന്റേ ഉള്ളൂ. ഒന്നിലധികം വന്നാൽ എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വരാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കൂടെ ഉണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മുടെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനും പോകും. ഇനിയുള്ള ലൈവുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബൈ.